വെൽക്കം ടു സൗദി അറേബ്യ. യെസ്, സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അൽ മക്തൻ ഇൻ റിയാദ്. യെസ്, ടെക് ട്രാവൽ ഈറ്റിൻ്റെ 80ാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ. കുറേ നാളായിട്ട് സൗദിയിലേക്ക് വരണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നെന്നുണ്ടെങ്കിലും ഇന്നാണ് സൗദിയിലേക്ക് വരാൻ സാധിച്ചത്. അപ്പോൾ സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സൗദിനെ പറ്റി ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളും അത് ഒട്ടേറെ മാറ്റമുണ്ട് എന്നെനിക്ക് ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു. എന്തായാലും നിങ്ങളും കണ്ടു നോക്കൂ എന്താണ് ഞാൻ കണ്ട സൗദി അറേബ്യ എന്നുള്ളത്. സ്വാഗതം. വിമാനത്തിലെ അവസാന യാത്രക്കാരനായിട്ട് ഞാൻ വിമാനത്തേക്ക് കയറുകയാണ്. മറ്റെങ്ങുമല്ല, ഞാൻ പോകുന്നത് എൻ്റെ 80ാമത്തെ രാജ്യത്തേക്കാണ്. ആ രാജ്യം മറ്റൊന്നുമല്ല, സൗദി അറേബ്യ. സൗദി അറേബ്യയിലേക്കാണ് ഞാൻ പോകുന്നത്. ദുബായിൽ നിന്നും ഫ്ലൈനാസ് എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് എയർലൈനിൽ കയറി സൗദി അറേബ്യയ്ക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈനാസിൽ കയറുന്നത്. ഇത് വളരെ ബഡ്ജറ്റായിട്ടുള്ള വിസ് എയർ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിഗോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള സൗദിയുടെ ഒരു ബഡ്ജറ്റ് എയർലൈനാണ് ഫ്ലൈനാസ് എന്ന് പറയുന്നത്. അതിൻ്റെ വിമാനത്തിനകത്ത് കയറി വന്നു. ഇത് നല്ല അടിപൊളി വിമാനം കേട്ടോ. അതായത് ഇൻഡിഗോ പോലെ തന്നെയല്ല, ഇൻഡിഗോനെക്കാട്ടി അടിപൊളി ലെഗ് സ്പേസ്. അകത്തൊക്കെ ഫുള്ള് ഇത് കണ്ടില്ലേ, മൊത്തം പുകയും വെടിയും പുകയാണ് മൊത്തം. നല്ല കിഡിലൻ സീറ്റ്. സീറ്റൊക്കെ കണ്ടില്ലേ, അടിപൊളി സീറ്റാട്ടോ. കണ്ടില്ലേ, സെറ്റപ്പ് സീറ്റാട്ടോ. നല്ല വീതിയുള്ള സീറ്റാണ്. ഈ സൗദിക്കാരൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക, സൈസുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ടായിരിക്കും അവരുടെ വിമാനങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിയ വിമാനമാണ്. നല്ല സ്പേസാണ്, നല്ല സ്പേസ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ട്രേ ടേബിൾ, പിന്നെ മാഗസിൻ ഹോൾഡർ. ദുബായിൽ നിന്ന് നമ്മൾ റിയാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിൽ നിന്ന് ഒരു 1.25-2 മണിക്കൂർ മാത്രമേ ഉള്ളൂ, ഫ്ലൈയിങ് മാത്രമേ ഉള്ളൂ റിയാദിലേക്ക്. ഇവിടെ വീണ്ടും 1 മണിക്കൂർ പുറകിലാണ് സമയം. അങ്ങനെ റിയാദ് നഗരത്തിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള രാത്രി ദൃശ്യമാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലെഗ് സ്പേസ് ഉള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ലാൻഡ് ചെയ്തു. നല്ല ലെഗ് സ്പേസ് ആണ്, അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. നല്ല സീറ്റൊക്കെ ചാരി സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സീറ്റ്. സംഭവം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ സൗദിയുടെ മണ്ണിലേക്ക് സ്വാഗതം. സൗദിയുടെ ഒരു വിമാനമാണ് അവിടെ കിടക്കുന്നത്, സൗദി എയർലൈൻസ്. ഇതാണ് നമ്മളിപ്പോൾ വന്ന 2 വർഷം പഴക്കമുള്ള എയർബസ് 320 വിമാനം ഫ്ലൈനാസ്. നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ ഇതേപോലൊരു കൗണ്ടർ കാണാം, വിസ ഓൺ അറൈവൽ എന്നും പറഞ്ഞുകൊണ്ട്. അവിടെ കയറിയിട്ട് വേണം നമ്മൾ വിസ ഓൺ അറൈവലിൻ്റെ വിസ എടുക്കാൻ. അങ്ങനെ വെൽക്കം ടു സൗദി അറേബ്യ ഗൈസ്. അങ്ങനെ നമ്മൾ സൗദി അറേബ്യയിൽ വന്നിറക്കിയാണ്. സൗദി അറേബ്യയിലെ റിയാദ് എന്ന് പറഞ്ഞ നഗരത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഫൈനലി സൗദി. എത്ര വർഷമായി ഹായ് ചോദില്ലേ. ഹായ്, നമസ്കാരം. എത്ര വർഷമായി സൗദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇല്ലേ, എന്നല്ല വിശേഷം? നിങ്ങൾ കുറെ നേരമായോ വന്നിട്ട്? ഓക്കെ. ഞങ്ങള് വിമാനം ലാൻഡ് ചെയ്തിട്ടൊരു 1/4 മണിക്കൂറായി. അവര് എവിടെയോ ദൂരെ എങ്ങാണ്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഫ്ലൈനാസ് ദൂരെ എവിടെയോ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ബസ്സിലൊക്കെ കയറി ഇവിടെ വന്ന് വെൽക്കം ടു റിയാദ്. അങ്ങനെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള റിയാദ് എന്ന് പറഞ്ഞ നഗരത്തിൽ. സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദ്. അപ്പോൾ റിയാദിൽ വന്നിറങ്ങി എൻ്റെ ഫ്രണ്ട് മിഷബ് ഹായ്, ഹലോ. ഇത് മിഷബിൻ്റെ ബ്രദറാണ് ഷിബിലി അല്ലേ? ഷിബിലിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്? യെസ്. മിഷബിൻ്റെയാണ് ഗൂസ്ബെറി ബ്രാൻഡ്. അങ്ങനെ ഞങ്ങൾ പണ്ട് പോലെ ഗൂസ്ബെറിയിൽ തുടങ്ങിയ ബന്ധമാണ്. എത്ര വർഷമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വർഷമായി കാണും അല്ലേ, 8 വർഷം എന്തായാലും. അപ്പോൾ ഈ സൗദിയിൽ വന്നപ്പോൾ ഞാൻ വിസ ഓൺ അറൈവൽ എടുത്തെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US വിസയുള്ള ആൾക്കാർക്ക് US വിസ യൂസ്ഡ് ആണെങ്കിൽ, പ്രത്യേകിച്ച് US ഒരു തവണയെങ്കിലും പോയിട്ട് വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക്സ് കൊടുക്കുക. അവിടെ പോയിട്ട് നമ്മുടെ തമ്പ് ഇംപ്രഷനും ഫോട്ടോസും മറ്റുമൊക്കെ എടുത്ത് ബയോമെട്രിക്സ് കൊടുക്കുക. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഒരാളുണ്ടാവും. നമ്മൾ അവിടെ പോയി പാസ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് US വിസ ഉണ്ടോ, വിസ ഓൺ അറൈവൽ വേണമെന്ന് പറയുക. അവർ നമ്മുടെ ഫോട്ടോയും ബയോമെട്രിക്സ് എല്ലാം എടുത്തതിന് ശേഷം 395 സൗദി റിയാൽ അടയ്ക്കാൻ പറയും. എന്ന് പറയുമ്പോഴത്തേക്കിനും ഏകദേശം 9200 രൂപ.
ഈ 9,200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി സൗദി വിസയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു വർഷ കാലയളവിൽ നമുക്ക് 90 ദിവസം, ആകെ 90 ദിവസം നമുക്ക് സൗദിയിൽ എത്ര തവണ വേണമെങ്കിലും വരികയോ പോവുകയോ ഒക്കെ ചെയ്യാം. അതിൽ കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ, നിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രം വേറെ എന്തെങ്കിലും വിസ ഓപ്ഷൻസ് എടുത്താൽ മതി. അപ്പോൾ റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, USS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ എടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോവുക. അന്നേരം അവർ ആ പാസ്പോർട്ട് തുറന്നു നോക്കി നമ്മളെ പുറത്തേക്ക് ഇറക്കി വിടും, അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കിനും ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടർ ഉണ്ട്, അതിലേക്ക് ഡയറക്റ്റ് പോയാൽ മതി എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇതാണ് സൗദി വിസേനെ സംബന്ധിച്ച്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സൗദി വിസ എടുക്കേണ്ട ഫോർമാലിറ്റീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്താ ഇപ്പോഴത്തെ ഫോർമാലിറ്റി അറിയൂ? ഇപ്പോഴത്തെ സൗദി വിസ, ടൂറിസ്റ്റ് വിസ, VFS ഇപ്പോൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VFS പോയിട്ട് ബയോമെട്രിക് കൊടുത്തിട്ട് 1 ഇയർ മൾട്ടിപ്പിൾ. പക്ഷേ 1 ഇയർ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ എനിക്കറിയില്ല, എൻ്റെ അധികാരമായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് മൾട്ടിപ്പിൾ റിന്യൂ ചെയ്ത് കൊടുക്കുന്നു പറയുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പം ലാസ്റ്റ് ഈദിൻ്റെ മുതൽ, മറ്റേ വലിയ പെരുന്നാളുണ്ടല്ലേ, അന്ന് മുതൽ ഹജ്ജിൻ്റെ സീസൺ തുടങ്ങിയ മുതൽ ഇവർ വിസ മൾട്ടിപ്പിൾ എൻട്രി കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അപ്പോൾ അത് VFS വഴി പോയാണ് നമുക്ക് നാട്ടിലെടുക്കേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെ അവിടെ പോയി ബയോമെട്രിക് കൊടുത്തിട്ട് എടുക്കണം. ഓക്കെ, അങ്ങനെയാണ് പരിപാടി. അപ്പോൾ അതല്ലെങ്കിൽ പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ മറ്റേ സാധാരണ ഉംറ വിസ എനിക്കൊന്ന് രാവിലെ കൊടുത്ത് വൈകുന്നേരത്തെ ഈ ട്രാവൽ ഏജൻസികൾ എടുത്തുള്ളത്. പക്ഷേ അത് മുസ്ലിംസിനല്ലേ കിട്ടുള്ളൂ അല്ലേ? നോൺ മുസ്ലിംസിന് കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ USS ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ നമുക്ക് US വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കിടക്കുന്ന 75 ആണെങ്കിൽ അത് കൂടി വേറെ ലെവലിലേക്ക് പോകും. US വിസ എന്ന് പറയുന്നത് അത്രയ്ക്കൊരു സ്ട്രെങ്ത് ഉള്ളൊരു വിസയാണ്. അതുണ്ടെങ്കിൽ നമുക്ക് വേറെ പല രാജ്യങ്ങളിലും ഇതേപോലെ നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളിപ്പോൾ ദിരിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണി കഴിഞ്ഞ് 11 മണിയൊക്കെ ആറായി. ഇവിടെയൊക്കെ തിരക്കെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള തിരക്കാണ്. ഇത്രയും ഭയങ്കര നൈറ്റ് ലൈഫും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് പണ്ടത്തെ ഇവിടുത്തെ രാജകുടുംബത്തിൻ്റെ സൗദ് കുടുംബം, അവരുടെ ഇതുണ്ടല്ലോ, അവരുടെ ഒരു പ്രധാന സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അതിപ്പോൾ അവർ വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ പഴയ രീതിയിൽ ആക്കിക്കൊണ്ടുവരികയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു ഏരിയ. ഇവിടെ കംപ്ലീറ്റ് എന്തൊക്കെയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ കണ്ട് തന്നെ മനസ്സിലാക്കണം. നോക്കട്ടെ എന്താണെന്നുള്ളത്. ഇതിനകത്തേക്ക് കയറി വരാനായിട്ട് ഒരു ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു. ടിക്കറ്റൊക്കെ രജിസ്റ്റർ ചെയ്ത് നമ്മളെടുത്തു. അകത്ത് കയറി വരുമ്പോഴത്തേക്കിനും ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കുറേ കെട്ടിടങ്ങൾ കാണാം. ഇതൊക്കെ പലതും റെസ്റ്റോറൻറ്റുകളാണ്. ആ ചൂടിനെ മറികടക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ പോലെ സ്പ്രേ ചെയ്യുന്ന കേട്ടോ. ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കളറായിട്ട് എന്ത് ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കി. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് എന്ത് പ്രീമിയം ഏരിയ ആണെന്ന് അറിയോ? രക്ഷയില്ല. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കിനും ഒരു മണവും അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരും അതും ഇതുമൊക്കെ ആയിട്ട് നല്ല കിടില സ്ഥലം, കിടുക്കാച്ച സ്ഥലം. സൗദിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കിനും അത് ഭയങ്കര ഒരു സംഭവമാണ്. ഇവിടെ എന്തോ ഒരു പഴയ ഒരു പാലസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു പണ്ടത്തെ സൗദി ഒരു കുടുംബത്തിൻ്റെ പാലസ് എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പാലസ് അവിടെ ഈ പറഞ്ഞ പോലെ റീക്രിയേറ്റ് ചെയ്ത് അത് വളരെ മനോഹരമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് പ്രീമിയം ആക്കി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്ത് വൃത്തിയാണെന്നറിയോ ഇവിടെ എല്ലാം. ഒരു സ്പോട്ട്ലെസ് ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ. രാത്രി 11 മണിയായിട്ടും അല്ല 10-10:30 11 മണിയായിട്ടും ആ ഒരു തിരക്കും സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. ഫുള്ള് വൈബാണ്. വൈബെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ. അതായത് മരുഭൂമിയിൽ എന്തൊക്കെ കാണാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മളെ ദുബായ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ UAE കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഇത് സൗദി ഇപ്പോൾ വേറെ രീതിയിലാണ് നമ്മളെ പലതും കാണിച്ചു തരുന്നതെന്ന് സൗദിയിൽ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് കംപ്ലീറ്റ് ലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലം വെച്ചിരിക്കുന്നത്. ലൈറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം നോക്കി എത്ര രസമല്ലേ. വെൽക്കം ടു ദ റോയൽ റെസിഡൻസ് ഓഫ് ദ ഫസ്റ്റ് സൗദി സ്റ്റേറ്റ്. ആദ്യത്തെ സൗദി സ്റ്റേറ്റിൻ്റെ റോയൽ റെസിഡൻസ് ആയിരുന്നു ഈ കാണുന്നത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു പാലസിലെ വിസിറ്റർ സെൻ്ററാണ് ഈ കാണുന്നത്. നോക്കി അവിടുത്തെ ആ ഒരു ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. ആ ഒരു ഡിസ്പ്ലേയിൽ സൗദിയുടെ പഴയ ചരിത്രവും ബാക്കിയുള്ള സംഭവങ്ങളും പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കയറാനായിട്ട് 50 റിയാലാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഏകദേശം 1000 രൂപ. പക്ഷേ ആ 1000 രൂപ നമുക്ക് ഇവിടെ അകത്തുനിന്ന് എന്ത് വേണേൽ വാങ്ങിക്കാം. ഭക്ഷണം കഴിക്കുകയോ വാങ്ങിക്കുകയോ എന്ത് വേണേൽ ചെയ്യാം, ഏത് രീതി വേണേൽ സ്പെൻഡ് ചെയ്യാം. അതായത് ലിറ്ററലി ഇതിനകത്ത് എൻട്രി ഫീ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഏത് രീതി വേണേൽ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ ഒരു ഫ്രീ എൻട്രി ആയിട്ട് കണക്കാക്കാം. അങ്ങനത്തെ ഒരു സ്ഥലം. നൈസ്.
അടിപൊളി സ്ഥലം കേട്ടോ. ഈ പകലത്തെ ഇവിടുത്തെ ചൂടത്ത് ഇവിടെ ഒന്നും വന്ന് നിൽക്കുന്നതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്ര ചൂടാണ് പകലൊക്കെ ഇവിടെ. രാത്രി ആയപ്പോഴത്തേക്കിനും ഇവിടെ ഇപ്പം സഹിക്കബിൾ ചൂടായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാനാട്ടോ ഭംഗി. ഞങ്ങൾ ഇവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയപ്പോൾ തന്നെ എന്തൊക്കെയാണ് കുറേ ബ്രെഡും പിന്നെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് തന്നു. ഇത് ഫ്രീ ആണ്, പക്ഷേ ഇതിനെല്ലാം കൂടെ ചേർത്ത് ചാമ്പുന്നുണ്ട്. ഫ്രീ ആണെന്നുകൊണ്ട് കാര്യമില്ല, എല്ലാത്തിൻ്റെ കൂടെ ചേർത്താ ബില്ല് ചാമ്പുന്നത്. ഞങ്ങൾ എന്തൊക്കെയോ കറികളും സാധനങ്ങളൊക്കെ പറഞ്ഞു. ചോറും ചിക്കനും ഫിഷും അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങൾ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഷെഫ് ഉണ്ടായിരുന്നു. ആ ഷെഫ് നമുക്ക് ഫ്രീ ആയിട്ട് ഡെസേർട്ട് കൊണ്ട് തന്നു. ഇത് സാധനങ്ങൾ. അതെ. പിന്നെ ഇതെന്താ, ചായ ആണോ? ചായ, ടീ വിത്ത് മിൽക്ക്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണേ. അത് രാത്രിയിൽ 12 മണിയായി. ഇവിടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ട്രാഫിക്കാണ് ഫുൾ എല്ലായിടത്തും. ഇവിടുത്തെ ആൾക്കാർക്ക് ഉറക്കമൊന്നും ഇല്ലെന്ന് തോന്നി. ഇവരിങ്ങനെ തന്നെയാണോ എപ്പോഴും, അതോ ഇവിടെ ഈ സമയമായതുകൊണ്ടാണ്? എന്ത് ഇതിങ്ങനെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്ന യാത്രയാണ്. പക്ഷെ ഞാൻ ഇങ്ങനൊന്നും അല്ല കേട്ടോ സൗദിനെ പറ്റി കേട്ടതും. എന്റെ മനസ്സിലുള്ള സൗദി ഒന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു. 10 വർഷം മുമ്പിലെ സൗദിയാണ്. അങ്ങനെ നമ്മൾ സൗദിയിലെ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഫുള്ള് രാത്രിയിലൊക്കെ റെസ്റ്റോറൻ്റൊക്കെ ഓണാണല്ലോ, സജീവമാണല്ലോ അല്ലേ? മേക്ക് ഷുവർ യു ഡൊണേറ്റ് സംതിങ് ഫോർ പെറ്റ്. ഡിമോണറ്റൈസേഷന്റെ സമയത്ത് പുള്ളി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. വാട്ട് ഈസ് യുവർ നെയിം? Atala Raja. Atala? Yeah, my name, family name Raja. Raja? Okay. Where are you from? From Riyadh. From Riyadh? Yeah. You're from Riyadh Father itself? is from Saudi, but my mother from Kuwait. Your mother from Kuwait, father from Saudi. Okay, nice. How come Raja from Raja? Yeah, my family name Raja. Family name is Raja. Before the king also, my grandfather, he was like... Oh, okay. ഇവർക്കൊരു കുക്കി ഉണ്ട്, ഒരു കുക്കീസ് ഉണ്ട് ഇവിടെ. ഇവരെ ഹിൽട്ടണിലെ പല ഹോട്ടലിൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അത് കിട്ടും. നല്ല ടേസ്റ്റാ. വിശന്ന് പൊരിഞ്ഞ് വരികയാണെങ്കിൽ അത് പറഞ്ഞാൽ കഴിച്ചാൽ വേറെ അറിയും. അതായിരിക്കും പുള്ളി എടുക്കാൻ പോയേക്കുന്നത്. താങ്ക് യു. ചൂടായിരിക്കും കേട്ടോ. ഇതാണ് സാധനം. ഇത് പല സ്ഥലത്തും പല ടൈപ്പ് സാധനങ്ങളാണ് കിട്ടുന്നത്. സിഗ്നേച്ചർ? ഓക്കെ. No, the last one. The first one. Yes. ഓക്കെ. Yeah. ഞാൻ അവനോട് വേറെ ആരെയും ഫ്രം എന്ന് ചോദിച്ചതേ. സാധാരണ നമ്മൾ ദുബായിലോ അല്ലെങ്കിൽ UAE പോയി കഴിഞ്ഞാൽ റിസപ്ഷനിലൊന്നും അവിടത്തെ ആയിട്ടുള്ള ആൾക്കാരെ കാണാറില്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടത്തെ ആരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സോ ദിസ് ഈസ് അവർ റൂം ഗൈസ്. ഹിൽട്ടൺ എന്തായിരുന്നുണ്ട് ഹോട്ടലിൽ പേര്? DoubleTree by ഹിൽട്ടൺ. ഏതാ സ്ഥലത്തൊന്നും അറിയത്തില്ല. റിയാദിൽ എവിടെയോ ആണ്. ഇന്ന് ഭയങ്കര ടയേർഡാണ്. ഇന്ന് ഇന്ത്യൻ സമയം ഇപ്പോൾ 2 മണി എങ്ങാണ്ടായി, 2:30 മണിയായി. ഇവിടുത്തെ സമയം രാത്രി 12 മണി ആയെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ടൈം സോണൊക്കെ മാറിയുണ്ട്, ആകെ ടയേർഡായി ഗൈസ്. ഉറങ്ങട്ടെ, ബാക്കി നാളെ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ദുബായ് അല്ല കേട്ടോ. ദുബായ് അല്ല, സൗദി അല്ല കേട്ടോ. ഇത് ഞാൻ ഇങ്ങനൊന്നും അല്ല. സൗദി എയർപോർട്ട് മുതൽ ആൾക്കാർ ശോകമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് എയർപോർട്ട് മുതൽ വളരെ നല്ല വെൽക്കമിങ് ആയിരുന്നു എല്ലായിടത്തും. എന്തായാലും ബാക്കി നാളെ പറയാം. അപ്പോൾ ബൈ. നെക്സ്റ്റ് ഡേ കിടന്നുറങ്ങി സുഖമായിട്ട്. അടിപൊളിയായിട്ട് കിടന്നുറങ്ങി അല്ലേ? സൂപ്പറായിട്ട് കിടന്നുറങ്ങി. ഭയങ്കര ക്ഷീണമായിരുന്നു. ആ ക്ഷീണമെല്ലാം മാറ്റി രാവിലെ 9 മണി 10 മണി വരെ കിടന്നുറങ്ങി. ഇനിയിപ്പോൾ രാവിലെ 12 മണിയായി. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല സൗദി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താണ് സൗദിക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക? ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ്. ചെക്കിംഗ് ഔട്ട് 1 to 9. ഓൾ ഗുഡ്. താങ്ക് യു. ഷിബിലി രാവിലെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ഷിബിലിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. സോ ഷിബിലിയുടെ വീട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചത്. നമ്മൾ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. യെസ്. ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് വന്നതാണേ. അപ്പോൾ അവരിവിടെ റൊട്ടി ഉണ്ടാക്കുന്ന കണ്ടില്ലേ എനിക്ക്? ഇതുണ്ടോ, അടിപൊളി. ആ ഒരു എന്ത് റൊട്ടിയാണെന്ന് അറിയത്തില്ല, എൻ്റെ പേരെനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. അവിടെ ഒരാൾ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പരത്തുന്ന ആൾ ആ ഒരു റൊട്ടി ഇതിനകത്തേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ടത് ഇവിടെ മടക്കിയെടുത്ത് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോവാണ് ആൾക്കാർ. ഉണ്ടല്ലേ?
ഉള്ളതല്ലേ പരിപാടി. ഒരു ടിപ്പിക്കൽ സൗദി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഓ വാ, ഇവിടെ ഇങ്ങനെ ഇരുന്നാ കഴിക്കുക? എല്ലാവരും നിലത്തിരുന്നാ കഴിക്കുക? നിലത്തിരിക്കുക പോരെ? അല്ല, എല്ലാവരും ഇരിക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ഇരിക്കാന്നേ. അടിപൊളി, അത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. ഇതിങ്ങനെ 2 ടൈപ്പ് സീറ്റിംഗ് ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ പുതിയ KSRTC ബസ് പോലെ ആൾക്കാർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം, കടന്ന് യാത്ര ചെയ്യാം എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഇരുന്നും ഭക്ഷണം കഴിക്കാം, ഇവിടെ ഇരുന്നും ഭക്ഷണം കഴിക്കാം. അതാണ് സെറ്റപ്പ്. ഉണ്ടോ? പെപ്സിയും കൊക്കക്കോള എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ ഇത് വേറെ അടുക്കള, അപ്പുറത്ത് വേറെ അടുക്കളയുണ്ട്. എന്തോ ഓർഡർ ചെയ്യാണ് പുള്ളിക്ക്. നല്ലപോലെ സൗദി ഭാഷ അറിയാമെന്ന് തോന്നുന്നു. മറ്റേ അറബിയല്ലേ, അപ്പം പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ കൊണ്ട് വിരിച്ചു ഇവിടെ താഴെ, അല്ലെങ്കിൽ താഴെ ആവുമല്ലോ. പരിപ്പും പൊട്ടയും അത് കൊള്ളാമല്ലോ, ആ സംഭവം കൊള്ളാം. ഇത് നമ്മുടെ പരിപ്പറി പോലത്തെ ഒരു സാധനമാണ്. അതിന് മുകളിൽ ഈ മുട്ടയുടെ വെള്ള ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുന്ന പോലത്തെ ഒരു സാധനം കണ്ടിട്ട് അടിപൊളി. ഇത് ഷക്ഷുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയും അതേപോലെ തന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് എഗ് ബുർജി പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനാണ് ഷക്ഷുക്ക എന്ന് പറയുന്നത്. ഇത് സെൻട്രൽ ഏഷ്യയിൽ പോയി കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് വെള്ളം പോലെ ഗ്രേവി ടൈപ്പായിട്ടിരിക്കും. ഇവിടെ ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് കിട്ടിയത്. ഇത് മട്ടൻ്റെ ലിവറാണ്. മട്ടൻ്റെ ലിവർ എടുത്തിട്ട് അരിഞ്ഞ് നമ്മൾ എന്താ പറയുക, മെഴുക്കുരട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, മട്ടൻ ലിവർ. പിന്നെ ഇത് നമ്മൾ നേരത്തെ അവിടെ ഉണ്ടാക്കുന്ന കണ്ട റൊട്ടി, തന്തൂർ റൊട്ടി പോലത്തെ തന്നെ സെയിം സാധനം. അപ്പോൾ ഈ റൊട്ടി ഈ പരിപ്പ് കറിയിലും ഇതിനകത്തൊക്കെ ഇങ്ങനെ മുക്കിയെടുത്ത് കഴിക്കുക, അതാണ് സംഭവം. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇവർ കഴിക്കുന്ന ഇങ്ങനെയാണ്. ഇതിൻ്റെ മേളിൽ വെക്കും, ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് വേറെ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ മുക്കി കഴിക്കും. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ കഴിച്ച് ഒരു രൂപയോടെ അങ്ങനത്തെ പരിപാടിയാണ്. ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഇങ്ങനെ കഴിക്കുന്ന പരിപാടിയാണ് ഇവിടെ. കണ്ടല്ലേ, ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. കൊള്ളാലോ. നമ്മുടെ ഹിന്ദിക്കാർ ചെയ്യുന്ന പോലെ മുളകുണ്ട്, പിന്നെ ഉള്ളിയുണ്ട്, തക്കാളിയുണ്ട്. ഇങ്ങനെ കടിക്കാം. പാൽച്ചായ. നമ്മുടെ സംഭവങ്ങൾ കഴിഞ്ഞില്ല. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കിനും വീണ്ടും കൊണ്ടുവന്ന ഒരു സാധനം കൂടി. വാ, ഇത് മാസൂം എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് പഴമാണോ? പഴവും ബ്രെഡും. ആ, അടിപൊളി. പഴവും ബ്രെഡ്, ഹണി, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ക്രഷ് ചെയ്ത് അരച്ച് പേസ്റ്റ് പോലെ ഒരു സാധനമാക്കി കൊണ്ട് തന്നിരിക്കുകയാണ്. മധുരമാണ്. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ്, മധുരമാണ്. എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ അരച്ച് കഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കിക്കൊണ്ട് തന്നിരിക്കുന്ന സാധനം. ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ കിങ് ഫഹദ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദുബായിൽ ഷെയ്ഖ് സായിദ് റോഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ റിയാദിൽ വേണമെങ്കിൽ കിങ് ഫഹദ് റോഡെന്ന് പറയാം. ഈ കിങ് ഫഹദ് റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ യമണ്ടൻ കെട്ടിടങ്ങളുണ്ട്. രാത്രിയാണ് ഈ റോഡിലൂടെ കാണാനായിട്ട് ഭയങ്കര ഭംഗി. ട്രാഫിക് കുരുങ്ങിക്കിടന്ന് നമ്മൾ ഇന്നലെ രാത്രി ഈ വഴി പോയിരുന്നു. കിങ്ഡം ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാദിൻ്റെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഉള്ള ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു യമണ്ടൻ കെട്ടിടം. ഇവിടുത്തെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റോ? ഇവിടെ എന്താ കാണാനുള്ളേ? ഇതൊക്കെ എന്താണ് ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ ഷേപ്പ് നോക്കി. വാ, ഇത് തന്നെ കാണാനുണ്ടല്ലോ ബ്രോ, അടിപൊളിയാണല്ലോ. ഇത് തകർത്ത് എന്താണിത്? ഓരോ ബിൽഡിങ്ങുകളും ഓരോ ഷേപ്പിൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഈ കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബ്രിഡ്ജുകൾ വഴി ഇന്റർ കണക്റ്റഡ് ആണ്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇതിന്റെ സൈഡിൽ കൂടെ പോയായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് രാത്രിയിൽ. അത് മെട്രോ സ്റ്റേഷനാ ആ കാണുന്നോ? അടിപൊളി. പിന്നെ പോരാത്തതിന് ഇതിനകത്തോട് ഇവര് മോണോറെയിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷനുകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ GCC രാജ്യങ്ങളിൽ വന്നു കഴിയുമ്പോൾ കാണാൻ സാധിക്കും. മെട്രോ തൂണുകളൊക്കെ കണ്ടില്ലേ? ഇതിന്റെ മാർബിളും എല്ലാം വെട്ടിത്തിളങ്ങുന്ന മെട്രോ തൂണുകളാണല്ലോ എല്ലാം. എന്തോന്നുണ്ട് ഇതൊക്കെ? ഇത് നോക്കി, ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആ ബിൽഡിങ്ങിലേക്കുള്ള ഒരു ഇന്റർ കണക്റ്റിംഗ് വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ? KAFD സ്റ്റേഷൻ, റിയാദ് മെട്രോ. റിയാദിൽ ആക്ച്വലി മെട്രോ ഇല്ലായിരുന്നു. ഈയിടെയാണ് ഇവിടെ മെട്രോ ആരംഭിച്ചത്. ഏത് വർഷമാണ് മെട്രോ ആരംഭിച്ചത്? 2000 ഈ വർഷം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? അപ്പൊ അതിൽ തന്നെ എന്തോ റെക്കോർഡുണ്ട്. ആ റെക്കോർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിൽ തന്നെ ഇത്രയും വലിയൊരു ലോങ്ങസ്റ്റ് സ്ട്രെച്ചിൽ മെട്രോ ആരംഭിക്കുന്ന ഒരു രാജ്യം എന്നുള്ളൊരു റെക്കോർഡാണ് ഈ ഒരു റിയാദ് മെട്രോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങള്
ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മളിവിടെ മെട്രോയിൽ കയറിയിട്ട് ഒരു റൈഡ് പോകാൻ വേണ്ടി പോകണം. അപ്പം മെട്രോയിൽ എന്താണ് ഇത്ര പുതുമ എന്ന് വിചാരിക്കും. ഇത് പുതിയതാണ്, ഇത് പുതുമയാണ്, ഇത് കാണേണ്ട മെട്രോ ആണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി കണ്ടു കളയാം. സൗദി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ മനസ്സിലുള്ള സൗദിയെ ഇതല്ല, ആൾക്കാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന സൗദി ഇതല്ല. ഞാൻ സൗദിയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? മേ ബി പണ്ടത്തെ കാര്യങ്ങളായിരിക്കാം. എയർപോർട്ട് മുതൽ നീ അനുഭവിച്ചു തുടങ്ങും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് എയർപോർട്ടിൽ വളരെ നല്ല അനുഭവമായിരുന്നു. വളരെ വെൽക്കമിങ് സ്റ്റാഫ്. നമ്മൾ കൊച്ചി എയർപോർട്ടിലെ ഇമിഗ്രേഷനിൽ പോകുമ്പം അതിഥി ദേവോ പോകാമെന്നും പറഞ്ഞുകൊണ്ട് മുമ്പിൽ കസേര ഇട്ടിട്ട് അവിടെ ഇരുത്തി ഇമിഗ്രേഷൻ ചെയ്യുന്ന പോലെ നമ്മുടെ തമ്പൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഇമിഗ്രേഷനിലെല്ലാം വളരെ സിമ്പിളായിരുന്നു എനിക്ക്. പിന്നെ നമ്മളിതുവരെ കണ്ട ആൾക്കാരും എല്ലാ സംഭവങ്ങളും സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ റിസപ്ഷൻ്റെ ഹോട്ടൽ റിസപ്ഷനിലായാലും എല്ലാവരും സൗദി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തോന്ന് ഡെവലപ്മെന്റ്, ഇതൊക്കെ ഇവിടെ കംപ്ലീറ്റ് മൊത്തത്തിൽ ഇങ്ങനെ വേറെ ലെവലിൽ കിടക്കുന്നൊരു സ്ഥലം അതാണ് സൗദി. ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പ്രതീക്ഷിച്ചിരുന്നേ. 10 വർഷം മുമ്പ് സംഭവം അങ്ങനെ ആയിരുന്നു. ഇതിപ്പോൾ ഈ ഒരു തിങ്സ് ആർ ചേഞ്ചിങ് അല്ലേ, പല സംഭവങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ഇപ്പം പണ്ടത്തെ കാര്യങ്ങളാണല്ലോ നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ 10 വർഷം മുമ്പ് സൗദി എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി എന്നിവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പം മനസ്സിലാക്കാം. വാവ്, ഇത് മെട്രോ സ്റ്റേഷനാണോ? വാവ്, അടിപൊളി. മെട്രോ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ വന്ന് കയറിയിരിക്കുന്നത്. നോക്കി, ഇതൊരു എയർപോർട്ട് പോലെ ഉണ്ടല്ലോ ഇത് കാണുമ്പോഴത്തേക്കിനും. ഇത് കണ്ടില്ല, ഇതെന്താണിത്? LOVE മെട്രോ സ്റ്റേഷനിൽ ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് മെട്രോ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എവിടെയോ പോകാം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഇതൊക്കെ മറ്റേ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള കൗണ്ടറുകളാണ് കാണുന്നത്. ജസ്റ്റ് നമ്മുടെ NFC എനേബിൾഡ് ആയിട്ടുള്ള കാർഡ് അവിടെ ടാപ്പ് ചെയ്യുക, അകത്ത് കയറി വരിക. അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട്. എന്തുവാ ഇത്? എൻ്റെ ദൈവമേ, ഇത് രക്ഷയില്ലാട്ടാ. ഇത് ഒക്കെ ശരിക്കും ട്രൂലി വേൾഡ് ക്ലാസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വേൾഡിലെ ബെസ്റ്റ് ആർക്കിടെക്ചർ ഡിസൈനർ അവിടെ മരിച്ചുപോയി തോന്നുന്നു. ആണോ? ലബനാൻ. അത് ശരി. ഇവിടെ ഒരു ഇതെന്താ സംഭവം? ഇത് മറ്റേ വിൻഡിൻ്റെ ടർബൈനോ അങ്ങനത്തെ എന്തൊരു കൺസെപ്റ്റിലുള്ള സാധനമാണ്. നിങ്ങൾ മെട്രോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ഭയങ്കര സംഭവമാണ്. മെട്രോ സ്റ്റേഷൻ, ഒരു മെട്രോ സ്റ്റേഷൻ മാത്രമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു മെട്രോ സ്റ്റേഷൻ. അതിൻ്റെ മുകളിലെ ആ കാണുന്ന അവിടുത്തെ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നോക്കിയത് ചുമ്മാ ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല, അതിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഭംഗി ചെയ്ത്. ഇപ്പോൾ താഴെ ആ ഓഫീസിൻ്റെ ഡോറ് കണ്ടോ, ഗ്ലാസ് ആണത്. അതിൽ പോലും ആ ഒരു ഡിസൈനൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് എങ്ങനെയൊക്കെ മോടി പിടിപ്പിച്ച് വെക്കാമോ അത് ആ ഒരു രീതിയിൽ തന്നെ ഒരു 10, 20, 25 വർഷം മുൻപിൽ കണ്ടുകൊണ്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ തന്നെ വലിയൊരു ഡിസ്പ്ലേ, അതിനകത്തൊക്കെ പരസ്യം കാണിക്കാവുന്ന ഈ ഡിസ്പ്ലേ അല്ല, ആ ഡിസ്പ്ലേ, ആ ഒരു വീഡിയോ ഇങ്ങനെ മാറി മാറി പ്ലേ ആവുന്ന ടൈപ്പിലുള്ള ഇത്തരത്തിലുള്ള വലിയ ഡിസ്പ്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് ട്രെയിനുകൾ വരുന്ന പ്ലാറ്റ്ഫോമാണ്. ഇത് കംപ്ലീറ്റ് ഇവിടെ എല്ലാം AC ആണ്. അതായത് ചൂട് വരുന്നതും തണുപ്പ് വരുന്നതായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. ഇവിടെ തണുപ്പ് വരുമ്പോഴത്തേക്കിനും നല്ല തണുപ്പും ചൂട് വരുമ്പോൾ അത്യാവശ്യം നല്ല ചൂടും വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എയർ കണ്ടീഷൻഡാണ്. നമുക്ക് ഇതിനകത്ത് കയറി ഇങ്ങനെ നിൽക്കാം. നമുക്ക് ട്രെയിൻ വരും, ഇവിടെ നിൽക്കും, ഈ ഡോറുകൾ തുറക്കും, നമുക്ക് ട്രെയിനുള്ളിൽ കയറി പോവാം. ഇത്രയും റൂട്ട് ഇപ്പോൾ ഓപ്പൺ ആയോ? ഇത് ഈ കാണുന്ന ഇത്രയും റൂട്ടുകൾ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളയുന്നത്. ഒരു രക്ഷയില്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ. സൗദി എന്തായാലും അടുത്ത ഒരു 10-20 വർഷത്തിനുള്ളിൽ വളരെ വലിയ മുന്നേറ്റവും മാറ്റങ്ങളും ആയിരിക്കും ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ സൗദിയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽ ബൈദ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു മെട്രോ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നലെ വന്ന റിയാദ് എയർപോർട്ടിലേക്ക് വരെ ഇവർക്ക് മെട്രോ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാലോ. ഇത് ഡ്രൈവറില്ലാത്ത മെട്രോ ആണ് ഗൈസ്. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഇത് ഫസ്റ്റ് ക്ലാസ്. ഇവിടെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ക്ലാസ്സും പിന്നെ ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ? ഇവിടെ കയറാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് അറിയാം? നമ്മൾ കയറിയത് ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. നമ്മൾ ഇപ്പുറത്തെ സാധാരണ ക്ലാസ്സിലേക്ക് മാറിയതാണ് സാധാരണ ക്ലാസ്. അപ്പോൾ ഇവിടെ യമണ്ടൻ കൺസ്ട്രക്ഷനുകൾ കണ്ടോ, എന്തോരം വലിയ ബിൽഡിങ്ങുകളാണെന്ന് എനിക്ക് പണിതുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ പണി കഴിഞ്ഞ് നിൽക്കുന്നതൊക്കെ. ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കയറിയത് ഫാമിലി ക്ലാസ്സിലായിരുന്നു ഗൈസ്. ഇവിടെ ഫാമിലി ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഫാമിലീസ് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ ആണുങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു സ്ഥലമുണ്ട്. അതാണ് ഈ കാണുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ മെട്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്, ഫാമിലി ക്ലാസ്, പിന്നെ സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്. നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. ഞങ്ങളിതിൻ്റെ ഏറ്റവും ബാക്കിലത്തെ സ്ഥലത്ത് വന്നു.
ഫ്രണ്ടിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുള്ളൂ. ബാക്കിലാകുമ്പോഴത്തേക്കും നമുക്ക് ഏത് തിരിച്ചു പോകുമ്പോൾ ആണോ തിരിച്ചു പോകുമ്പോൾ കിട്ടും അല്ലേ? അടിപൊളി. ലോക്കൽ ക്ലാസ്സോ അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ പറയാൻ വേണമെങ്കിൽ ലോക്കൽ ക്ലാസ് അല്ല, സിംഗിൾ ക്ലാസ്, അതാണ് ഇതിന്റെ പേര്. നമ്മൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറണം. അപ്പോൾ മനസ്സിലായില്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആർക്കും വേണമെങ്കിലും കയറാം. ഫാമിലിക്ക് കയറാം, സിംഗിൾസിന് കയറാം. ഫാമിലി ക്ലാസ്സിൽ ഫാമിലി ഓൺലി. പക്ഷെ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അറിയാണ്ട് കയറിയതാണ്. അപ്പോൾ നമ്മൾ അതിനകത്തോടെ നമ്മൾ തന്നെ നടന്ന് ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ കണ്ട ഇവിടെ ഇങ്ങനെ ഒരു തൂണൊക്കെ വെച്ചിട്ട് ആ തൂണിന്റെ മേളിൽ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഡിജിറ്റലി മാറുന്ന ഡിസ്പ്ലേ സെറ്റപ്പ് ആട്ടോ. ഒരു പുതിയ ടൈപ്പ് ഡിസൈനാണ്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഒരു സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ആ സ്റ്റേഷൻ നോക്കൂ ഗൈസ്, ഇത് എന്തോന്ന്, ഇത് നമ്മുടെ ലുലു മാൾ പോലെ തന്നെ ഉണ്ട് ശരിക്കും. ലുലു മാളിന് പോലും ഇത്ര ഭംഗിയില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ദുബായ് മാൾ പോലെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയ സ്റ്റേഷൻ. ഇത് എന്താണ് ഇത്? പിരമിഡ് പോലത്തെ ഷേപ്പാണ്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ ഇത് അവിടെയൊക്കെ ആയിട്ട് ലൈറ്റൊക്കെ കത്തി, ഡിസ്പ്ലേ ഒക്കെ കത്തി കിടക്കുന്നു. നമ്മൾ വന്ന ട്രെയിൻ അതാ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഗംഭീരമാണ് കേട്ടോ ശരിക്കും. ഇത്രയും നമ്മൾ പല രാജ്യങ്ങളിൽ സന്ദർശിച്ച് പല സ്ഥലങ്ങളിൽ നമ്മൾ മെട്രോ സ്റ്റേഷനുകളും ട്രെയിനുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വൺ ഓഫ് ദ മോസ്റ്റ് മോഡേൺ സംഭവം ആൻഡ് ഇറ്റ്സ് റിയലി നൈസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അണ്ടർഗ്രൗണ്ട് ആണ്. ഇതിലൂടെ മേളിൽ കയറി വേണം എക്സിറ്റ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും മാറി കയറുന്നുണ്ടോ? താഴെ എന്താ കാണാനുള്ളത്? താഴെ ഒരു ഇന്റീരിയർ ഡിസൈനൊക്കെ ആയിട്ട് ഉള്ളൊരു പ്ലാൻ ബേസ്ഡ്. ഓ ഇത് കണ്ടോ എൻ്റെ പൊന്നെ, അണ്ടർഗ്രൗണ്ട് ആണ് ഇത്. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് പോലെ ഉണ്ട് ശരിക്കും. ഇത് അണ്ടർഗ്രൗണ്ട് ആണ്. നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് പോകണം എക്സിറ്റ്. അപ്പോൾ ഇതിൻ്റെ താഴെ എന്ന് പറയുന്നത് ഇത് മറ്റൊരു ലൈൻ, അതായത് ഓറഞ്ച് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ലൈനിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ സെറ്റപ്പാണ് ഈ കാണുന്നത്. ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് ദിസ് ഇസ് സോ ഹ്യൂജ്. അതായത് ഇപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഭാവിയിൽ ഇവിടെ, അതായത് ഒരു 20 വർഷം 50 വർഷം കഴിഞ്ഞാലും ഇവിടെ അത്രയധികം ആൾക്കാർ വന്നാലും അത്ര ആളുകളെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം ഇവിടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഓ വാവ്, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ശരിക്കും മനോഹരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിന് താഴെ ഈ കാണുന്നത് മറ്റൊരു ലൈനിലേക്ക് തന്നെ ഇവിടെ ട്രെയിൻ വരുന്നത് കേട്ടോ. താഴെ ഇത് മറ്റൊരു ലൈനാണ്. ആ കാണുന്നത് പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നമുക്ക് അപ്പുറത്തായിട്ട് ഈ കാണുന്ന ഭാഗത്ത് നല്ല പച്ചപ്പ്, അവിടെ പ്ലാന്റ്സ് ആണ്, ചെടികളാണ്, ശരിക്കുള്ള ചെടികളാണ് അവിടെ നട്ടു വെച്ചിരിക്കുന്നത്. ആ ഒരു ചെടികൾക്ക് വെളിച്ചം കിട്ടാനും അതേപോലെ തന്നെ നമുക്കിവിടെയൊക്കെ ലൈറ്റ് കിട്ടാനും ഇവിടെ മുകളിൽ നിന്ന് ഡേ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അത്ര സെറ്റപ്പാക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ആ ഒരു സൗദിയുടെ പഴയ ഇവിടുത്തെ സ്ഥലങ്ങളിലുള്ള കെട്ടിടങ്ങളൊക്കെ ഈ ഒരു ഫിനിഷിങ്ങിലും ബാക്കിയുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആ ഒരു പരുക്കൻ ഡിസൈനിലുള്ളൊരു സംഭവം. ദിസ് ഈസ് സോ കൂൾ മാൻ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന സംഭവം എന്താ പറയുമോ? ദുബായ് എക്സ്പോയിൽ സൗദിയുടെ പവലിയനിൽ പോയായിരുന്നു കഴിഞ്ഞ തവണ. ഞാൻ പോയായിരുന്നു. അത് പോയി കണ്ടവർക്ക് മനസ്സിലാവും. അതിനകത്ത് കാണിക്കുന്നുണ്ട് സൗദി ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നുള്ള അവരുടെ ഒരു വിഷൻ. അന്ന് അവിടെ ഞാൻ കണ്ടിരുന്നു. അന്ന് ഞാൻ ദുബായ് എക്സ്പോയുടെ വീഡിയോ ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ സാധിക്കും അവിടെ എന്താണ് സൗദിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ ഉള്ളത്. അന്ന് അവരവിടെ ഇമാജിനറി വീഡിയോസായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമാണ്. ഞാൻ ആ താഴെ ആ ഒരു പ്ലാന്റ്സ് ഒക്കെ നട്ടിരിക്കുന്ന ആ ഒരു സ്ഥലം ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി താഴേക്ക് ഇറങ്ങി വന്നതാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബി പോലെ ഇല്ലേ? ഇത് മെട്രോ ട്രെയിൻ വന്ന് നിൽക്കുന്ന ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. നോക്കി, 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബി പോലെ ഉണ്ട്. ഇതാണ് നമ്മൾ താഴേന്ന് കണ്ട ആ ഒരു പ്ലാന്റ്സ് ഒക്കെ നട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം. ഇത് കണ്ടോ? ഇതിലെവിടെ നമുക്ക് മേളിൽ കൂടെ കയറി നടന്ന് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോവാം. ഇത് ശരിക്കും ഒറിജിനൽ പ്ലാന്റ്സ് തന്നെ കേട്ടോ. ഉണ്ടല്ലേ? പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഒറിജിനലാണല്ല. വാട്ടർ ഇറിഗേഷൻ മറ്റേ ഇത് കൊടുത്തിട്ടുണ്ടാവും, ഡ്രിപ്പ് ഇറിഗേഷനോ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കൊടുത്തിട്ടുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഉണ്ട്, ദേ കണ്ടോ, പൈപ്പ് ഉണ്ട്. അതിൻ്റെ എല്ലാ സെറ്റപ്പും എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നോക്കി, അത് കണ്ടോ? അവിടെ ശരിക്കും ലൈറ്റ് അടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി അതിൻ്റെ മുകളിൽ സിൽവർ കളറിൽ എന്തോ ഒരു സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അതിങ്ങനെ ആ ലൈറ്റ് ഇങ്ങനെ അടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരികയും ചെയ്യും. ഇത് ഭയങ്കര സെറ്റപ്പ് കേട്ടോ. സൗദി ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും നാളും ഇവിടെ വരേണ്ടതായിരുന്നു, പണ്ടേ വരേണ്ടതായിരുന്നു. അല്ല, പണ്ട് വന്നായിരുന്ന ചിലപ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വരുമ്പോഴെല്ലാം നമുക്ക് ഇത് കാണാൻ പറ്റാം. സെറ്റപ്പ് അടിപൊളി. ഇത്രയും വലിയ സ്ഥലം എയർ കണ്ടീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു AC വേണം. ഇതെല്ലാം ഓണാക്കി ഇട്ടിരിക്കുകയാണ്. ആൾ കുറവാണെന്നുണ്ടെങ്കിലും ഈ സാധനങ്ങൾ ഇതെല്ലാം എല്ലാ സംഭവങ്ങളും ഓണാക്കി ഇട്ടിരിക്കുകയാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് എന്തോരം
പൈസയാണ് ഇതൊക്കെ. ഈ പൈസയൊക്കെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഈ മെട്രോ ഓടിച്ചിട്ട് ഇതിൽ നിന്ന് ആൾക്കാർക്ക് ലഭിക്കുന്നതാണോ? അല്ല, അതൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് സേവനങ്ങളുടെ ഭാഗമാണ് ഈ പരിപാടികളെല്ലാം. നമ്മൾ തിരിച്ചു പോകുമ്പോഴും വീണ്ടും സെയിം വന്നിട്ട് ഇവിടെ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യുക, ഇറങ്ങി പോവുക. ഞങ്ങൾ ആ മെട്രോ സ്റ്റേഷൻ്റെ പുറത്ത് ഇറങ്ങി വന്നു. പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്നത് ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള ടൈൽസ് വിരിച്ച് അതിമനോഹരമാക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ആരും മുറുക്കി തുപ്പി കറക്കി തുപ്പിയിട്ടിട്ടില്ല. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു സിൽവർ ഷേപ്പിലുള്ള ആ ഒരു എന്താ പറയുക മെറ്റൽ പീസ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സെറ്റപ്പാണ്. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത്. ആ ഗാർഡനും പിന്നെ ഇതിൻ്റെ അടിയിലേക്കാണ് ആ മെട്രോ സ്റ്റേഷൻ്റെ സംഭവങ്ങളൊക്കെ. മോശം. പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ വീടുകളും മറ്റുമൊക്കെ ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ആ ഒരു മെട്രോ സ്റ്റേഷൻ ഇവിടെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് തലയെടുപ്പോടുകൂടി നിൽക്കുന്നു. ഇതൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തേ ഉള്ളൂ ഗൈസ്. ഇതൊന്നും വീടുകളല്ല, ഇതൊക്കെ ഇവിടുത്തെ ആർട്ട് ഗാലറികളും മ്യൂസിയങ്ങളും അങ്ങനെയുള്ള പല സംഭവങ്ങളാണ് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ. ഇതൊക്കെ പഴയ കെട്ടിടങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതൊന്നും പഴയതല്ല, റിനോവേറ്റഡ് ആണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ട്രാവൽ ഏജൻസികൾ കണ്ടേ. അതായത് ഉംറയ്ക്കൊക്കെ പാക്കേജ് ടൂർ കൊണ്ടുപോകുന്ന ട്രാവൽ ഏജൻസികളാണ്. അതായത് ഇവിടെ ഉള്ള ആൾക്കാരും അങ്ങനെ പോകണോ? അല്ല, എല്ലാം പോവല്ല. എല്ലാവർക്കും ഇപ്പോൾ അഫോർഡബിൾ ആയിരിക്കില്ലല്ലോ. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ലേ? അത് ശരി, ഓക്കെ, അത് ശരി. ഇതൊക്കെ അങ്ങനത്തെ ബസ് പാക്കേജുകളൊക്കെ കൊടുക്കുന്ന കടകളാണ്. ഇത് അവിടുത്തെ സംസം വെള്ളമാ ഇതോ? ഞാനിത് സംസം വാട്ടർ എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അതാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ പുണ്യജലമായിട്ടല്ലേ അതിനെ കാണുന്നത് അല്ലേ? നമ്മൾ ഈ ഗംഗാജലം എന്നൊക്കെ പറയുന്ന പോലെ സംസം വാട്ടറൊക്കെ ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ വേറെ UAE-യിലോ അല്ലെങ്കിൽ വേറെ പല ഗൾഫ് GCC രാജ്യങ്ങളിൽ പോയാലും നമുക്ക് എന്താ പറയുക കാണാത്ത കുറേ കാഴ്ചകൾ നമുക്കിവിടെ സൗദിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് സൗദിയുടെ പ്രത്യേകത. ഇതിപ്പോൾ നമ്മൾ റിയാദ് നഗരത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. ഇനി നഗരത്തിൽ നിന്നൊക്കെ വിട്ട് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും വീണ്ടും അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ സൗദി എക്സ്പ്ലോർ ചെയ്യാൻ വരും. നമ്മൾ അമേരിക്കൻ, വെസ്റ്റ് ഇൻഡീസ്, കരീബിയൻ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ തണുപ്പാകുമ്പോഴത്തേക്കിനും ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ സൗദി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ വരുന്നതാണ്. ടേസ്റ്റിയസ്റ്റ് മീൽ റെസ്റ്റോറൻറ്റ്, അങ്ങനെ കുറച്ച് സാധാരണ ഒരു സൗദിയുടെ മറ്റൊരു മുഖത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മൾ XL, XXL എന്നൊക്കെ പറയുന്ന പോലെ 1XL, 2XL, 3XL മുതൽ 8XL സൈസിലെ ഡ്രസ്സ് വരെ വിൽക്കുന്ന ഒരു കടയാണെന്ന് തോന്നുന്നു. അടച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ വിചാരിച്ചത് റിനോവേറ്റഡ് സ്ഥലമാണ്, പക്ഷേ ഇത് പഴയ ഏരിയ തന്നെയാണല്ലോ. പഴയ കടകൾ തന്നെയാണ് കാണുന്നത്. പഴയ സാധനങ്ങൾ വിൽക്കുന്ന, ഇവരുടെ തനതായ ട്രഡീഷണൽ വസ്ത്രങ്ങളും മറ്റൊക്കെ വിൽക്കുന്ന കടകൾ. ഹായ്, കുഞ്ഞു ഡ്രസ്സൊക്കെ കണ്ടോ? നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതിന് നിങ്ങൾ എന്തോ ഒരു പേര് പറയുമല്ലോ? ആ, അത് തന്നെ. എൻ്റെ ഫ്രണ്ടില്ലേ ഫാസിൽ ബ്രോ, അങ്ങേർക്ക് ഇതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. എവിടെ പോയാലും പുള്ളി വാങ്ങിക്കും. ചില ആൾക്കാരുണ്ടല്ലോ, അത് ഓരോ സാധനങ്ങൾ. എനിക്കും ഉണ്ട് അങ്ങനെ കുറേ കളക്ഷൻസ് ഇഷ്ടം പോലെ. അതെ അതെ അതെ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു സൂക്ക് ഏരിയയിലേക്കാണ്. പക്ഷേ ഇവിടെ എല്ലാം കടകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതാണ്. വളരെ കുറച്ച് കടകൾ മാത്രമേ തുറന്നിരിപ്പുള്ളൂ. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടായതുകൊണ്ടും അത് മാത്രമല്ല ഉച്ചയാകുമ്പോഴത്തേക്കിനും അങ്ങനെ ആളുകളൊന്നും റോഡിലൊന്നും ഇല്ലല്ലോ. നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർ വളരെ കുറച്ച് ആരെങ്കിലുമൊക്കെ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. ഇത് കൊള്ളാലോ. സൗദി നാഷണൽ ഡേ 95 സൗദി അതിൻ്റെ സംഭവങ്ങളായിട്ടുള്ള പരമ്പരാഗത ഡ്രസ്സുകളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. ഞാനേ പണ്ട് ഇവിടെ കേട്ടിട്ടുണ്ടേ, അതായത് ഈ നിസ്കാര സമയത്ത്, പ്രയറിൻ്റെ സമയത്ത് കടകളൊക്കെ അടച്ചിടണം എന്ന്. അങ്ങനെയുണ്ടോ ഇപ്പോൾ? ഇല്ല അല്ലേ? അതേപോലെ പണ്ട് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും അപായ ഇട്ട് നടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പം ആ റൂൾസ് ഒക്കെ എടുത്ത് മാറ്റിയല്ലേ? ആ റൂൾസ് എടുത്ത് മാറ്റി. പണ്ട് ഇവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങി. സിനിമാ തിയേറ്ററുകൾ ഓപ്പൺ ആക്കി തുടങ്ങി. അങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സൗദി അറേബ്യയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിന് ഇവിടെ പണ്ട് കല്യാണം കഴിക്കാത്ത സ്ത്രീകളല്ലേ, കല്യാണം കഴിച്ച സ്ത്രീകൾ ഭർത്താവിൻ്റെ അനുമതി ഇല്ലാതെ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു അല്ലേ? പെർമിറ്റ് വേണമായിരുന്നു. കല്യാണം കഴിക്കാത്ത സ്ത്രീകളാണെങ്കിൽ സഹോദരൻ്റെയോ പിതാവിൻ്റെയോ അനുമതിയില്ലാതെ രാജ്യം വിട്ടു പോകാനുള്ള അനുമതി ഇല്ലായിരുന്നു. അതിന് പെർമിറ്റ് വേണമായിരുന്നു, അല്ലെങ്കിൽ അവർ അപ്രൂവ് ചെയ്യണമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പല റൂൾസും ഉണ്ടായിരുന്നൊരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യം ഇപ്പോൾ പുതിയ കാലം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ചൂടാണ്, ഫോണൊക്കെ ചൂടായിട്ട് ഇട്ട് പഴുത്ത് പൊള്ളിയിരിക്കുകയാണ്. ഇവിടെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കിനെ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവരെ പലരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാരാണെന്ന് തോന്നും പല ആൾക്കാർ. പുള്ളി ഒരു ഇന്ത്യക്കാരൻ്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു, പാകിസ്ഥാനി ആണെന്നുണ്ടെങ്കിലും. അല്ലാതെ ഇവിടെ പല ആൾക്കാരെ കാണുമ്പോഴും നമുക്ക്
ഇവിടുത്തെ ലോക്കൽസ് ആയിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ അറബ്സ് ആയിരിക്കും. അപ്പോൾ അവരെ കണ്ടാൽ നമുക്ക് ഇന്ത്യക്കാരാന്ന് തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ മലയാളികളായിട്ട് തോന്നും. ഇവർക്കും പല ഒരു സിമിലാരിറ്റി ഉണ്ട്. ഒട്ടകമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഒട്ടകം. ഇത് ഒരു സുവനീറുകളൊക്കെ വിൽക്കുന്ന ഒരു ഹെറിറ്റേജ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. കിങ്ഡം ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ചുമ്മാ കയറി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഞാൻ വിചാരിച്ച ഓട്ടോമാറ്റിക് ഡോറാണോ, തന്നെ തുറന്നു വന്നു. അല്ല, ഇത് കൊള്ളാലോ. ഇവിടെ എവിടെ പോയാലും എന്തൊരു മണമല്ലേ. എവിടെ പോയി ആ ഹോട്ടൽ മുറിയിൽ പോലും ഉണ്ടായിരുന്നു. എവിടെ കയറിയാലും ഒരു പ്രത്യേകതരം മണമാണ്. അത് ഭയങ്കര രസമാണ്. മറ്റേ അത് തടിയാ, നമ്മൾ ഇന്നലെ രാത്രി പോയ സ്ഥലത്തും ഉണ്ടായിരുന്നു. ആണോ? ആ സാധനം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. അത് തന്നെ സെൻറ്റഡും ഉണ്ടാവും മിക്കവാറും. കൊള്ളാം. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കിങ്ഡം ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഹെറിറ്റേജ് സാധനങ്ങളാണ്. യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഹിയർ. What is your name? Majid. Majid, okay. Are you from Riyadh? Lahore. You're from Lahore? Okay, nice. Is this your shop? No, it's a company. Okay. Yeah, this making gift for ministry. Okay. Nice to meet you, Majid. Thank you. നമ്മളെ ഇവിടെ നിന്നൊരു കന്തൂറ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. കന്തൂറ വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണ്ടേ. അപ്പോൾ അത് സെറ്റപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കന്തൂറ വാങ്ങിച്ച് നമുക്ക് തമ്മിലിന് വേണ്ടി അതിട്ടിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവരൊക്കെ ഇവിടുത്തെ തരാണോ? അളവെടുക്കണോ? അളവെടുത്ത് തയ്ച്ചൊക്കെ തരുമോ? ഇല്ലല്ലോ. നീളം എടുക്കാനാ? അത് ശരി. ഓക്കെ, ശരി. ഓവർ ആവാൻ പാടില്ലല്ലോ അല്ലേ, തൂങ്ങി കിടക്കാൻ പാടില്ലല്ലോ അല്ലേ. ഇത് കറക്റ്റ് ആണല്ലോ. അടിപൊളി. ഇത് കറക്റ്റ് ലുക്കായി അല്ലേ. India 100 والله Kerala 100 ഇവരിവിടുത്തെ തരാണോ? انت هنا سعودي ولا Yemen. يمن؟ യമൻ. ഓക്കെ. അത് പിടിക്കാനെ പിടിക്കാനാണോ? സോറി, മനസ്സിലാവും. ഇത് ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ സിനിമയിലെ ജയറാമിന്റെ ശരിക്കും ആക്ച്വലി സൗദിയുടെ ലുക്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറെ മറ്റേ ഉത്തൈബി നല്ല പറഞ്ഞ ടീമുണ്ട്. ഉത്തൈബിനൊക്കെ പോലെ ഉണ്ട്. നമ്മൾ ഈ ശരി അതാ ഫീലായിരുന്നു. അടിപൊളി. ഇതിങ്ങനെ ഫ്രണ്ടിലിടാ, ഇതിങ്ങനെ ഇടാ. ഇനി 2 അറബി ഡയലോഗ് കൂടെ പഠിക്കണം. പഠിപ്പിച്ചു തരുമോ? ഇല്ല, പിന്നെ നമ്മളെ മാമുക്കയുടെ ഡയലോഗ്. അതെ, മാമുക്കയുടെ ഡയലോഗ് പറഞ്ഞാൽ മതി അല്ലേ. ഇത് കൊള്ളാലോ. പക്ഷെ ഈ ചൂടത്ത് ഇവർ ഇട്ടിട്ട് എങ്ങനെ നടക്കുന്നു ഞാൻ ആലോചിക്കുന്നു. ഇതിനകത്തൊന്നും വിടാതാണെങ്കിൽ ഓക്കെ, ഇത് വെറുതെ ഇതിട്ട് നടക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് നൈസ് ബ്രോ, ഗുഡ്. Free هذا ما am friend. Saudi man. ഈ വെള്ളം ഇട്ടിട്ട് ഈ ചൂടത്തോടെ നടക്കുന്ന ഇവരെ സമ്മതിക്കണം. എനിക്കാണെങ്കിൽ വെള്ളം കാണുമ്പോൾ അന്നേരം ചെളിയാവുമല്ലോ, ചെളിയാവുമോ, കൈയുടെ പാടാവുമോ, അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ എന്നൊക്കെയുള്ള സംഭവം. അപ്പോൾ നമ്മൾ ഇത് ഫുൾ ഈ സെറ്റ് വാങ്ങിച്ചു. ഇനി നമുക്ക് പുറത്തുപോയി ഫോട്ടോഷൂട്ട്. ഓഫ്, ലൂയി വിട്ടൻ. താങ്ക് യു സോ മച്ച്. ബൈ. യെസ് ബൈ. എൻട്രൻസ് അല്ലേ? യെസ്, എക്സിറ്റ്. ഗൈസ്, ഹബീബി കം ടു സൗദി. കണ്ടാ, ഞാനിവിടെ സൗദിയിൽ വന്നിട്ട് ചൂടത്ത്, ഈ പരച്ചൂടത്ത് ഇവിടെ കന്തൂറൊക്കെ ഇട്ട് ഈ കാണുന്ന പനകൾക്ക് നടുവിലൂടെ ഫോട്ടോ സെഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം പൊളിച്ചു ഇല്ലേ? അടിപൊളി ലുക്കായിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ഇത് ഏതവരാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നോക്കുന്നത്. സംഭവം കൊള്ളാം. പക്ഷേ ഈ ഷൂ മാത്രം ഇതിനോട് മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. ഷൂ അല്ല, ഇതിനോട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഇടണമല്ലോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡ്രസ്സ് ഇടുക, ഫോട്ടോ എടുക്കുക. ഇവിടെ എന്തോ അറബിയിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ ഒരു ഭാഗത്ത് പഴയ കുറേ സാധനങ്ങൾ. ഇതൊക്കെ ശരിക്കും ആൻറ്റീക്ക് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് ആൻറ്റീക്ക് തന്നെയാണെന്ന് തോന്നുന്നു. കണ്ടില്ല എനിക്ക് പഴയ പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും പിന്നെ ബ്യൂഗിള് പോലത്തെ സാധനങ്ങൾ, പിന്നെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ, വാക്കത്തി, വെട്ടുകത്തി, പിച്ചാത്തി, പിന്നെ പഴയ കസേര, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഗംഭീര ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നോ വി ആർ ഗോയിങ് ബാക്ക്. ഇനിയിപ്പം തിരിച്ച് മെട്രോയിൽ കയറി ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകാം അല്ലേ, കഷ്ടപ്പെട്ട് വാങ്ങിച്ചല്ലേ, വിടാം. നമ്മൾ വീണ്ടും മെട്രോയിൽ വന്നു. നമ്മൾ ഒരു കാർഡ് വാങ്ങിച്ചു. യെസ് കാർഡ്. ഈ കാർഡ് വെച്ച് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാം.
ഇതിന് 20 സൗദി റിയാലാണ് ഇതിൻ്റെ റേറ്റ്. ഡാർഡോ DARB എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന കാർഡ്. ഇത് സിംഗിൾ ക്ലാസ്, ഇത് ഫാമിലി ക്ലാസ്, ഇത് ഫസ്റ്റ് ക്ലാസ്. ഈ സാധനം ഇട്ടിട്ടുണ്ടല്ലോ, ട്രാവൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം പറയുന്നത് ഇതിട്ടിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിയുമ്പോൾ ഇതിങ്ങനെ ചുളുങ്ങും. ഇതിങ്ങനെ ഇട്ടിട്ട് ചുളുങ്ങാതെയും പിടിക്കാതെയും ഒന്നാമത് ഇത് താഴെ വീഴുമെന്നുള്ള പേടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇതിങ്ങനെ ഇവിടെ കിടക്കണം. അങ്ങനെ മൊത്തത്തിൽ ഇത് ഭയങ്കര കെയർഫുള്ളായിട്ട് നടന്നല്ലെങ്കിൽ ഇതിട്ട് നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. സീറ്റ് ഇല്ലല്ലോ, അതാണ് ഈ പ്രശ്നം. സീറ്റ് കിട്ടാനാണ് പാട്. അയ്യോ, എവിടെങ്കിലും ഒക്കെ കിട്ടിയാൽ കയറിയിരുന്നോ. ഇതാണ് ഫസ്റ്റ് ക്ലാസ് സീറ്റ്. ഫസ്റ്റ് ക്ലാസ് സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതുപോലെ നല്ല അടിപൊളി സീറ്റുകളുണ്ടാവും. സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക. Attention please. The consumption of food is not allowed inside vehicles. ഞങ്ങൾ ഇത്രയും നേരം അണ്ടർഗ്രൗണ്ടിലായിരുന്നു കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ട്. ഇത് ഭയങ്കര വലിയ മെട്രോ കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മെട്രോ ആണ്. ഇങ്ങനെ പുറത്തിറങ്ങി നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കിനും ഒരു റിയാദിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്കിങ്ങനെ കാണാം. ഇത് നമ്മൾ വന്ന ആ റോഡല്ലേ, ഹൈവേ അല്ലേ? ആണോ? കിങ് ഫഹദ് ഹൈവേ. പിന്നെ അങ്ങ് ദൂരെ വീടുകളൊക്കെ കണ്ടോ? ഇവിടുത്തെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് നമ്മൾ വന്ന് കയറിയ മെട്രോ സ്റ്റേഷൻ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയപ്പോൾ എന്തോ സുഖമാണെന്നറിയോ. ഹിയർ ഫോർ ഹാവിങ് സം ലഞ്ച്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മന്തി, സൗദി മന്തി. ഇത് കണ്ടാലൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് പറയില്ലല്ലോ. റെസ്റ്റോറൻ്റ് ആണിത്. ദൈവമേ, അടിപൊളി. ഞാനത് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ബാഗും ആയിരിക്കും. ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം നോക്കിയപ്പോഴാണ് അകത്ത് കിച്ചൺ ആണ്. കണ്ടില്ലേ നോക്കി? ഇതൊരു വലിയ മന്തി റെസ്റ്റോറൻ്റ് ആട്ടോ. ഇവിടെ ആൾക്കാർ താഴെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ ഇതുപോലെയുള്ള ധാരാളം മുറികളുണ്ട്. ഈ കാണുന്നതൊക്കെ ഇൻഡിവിജ്വൽ മുറികളാണ്. നമുക്ക് ഏത് മുറിയിൽ വേണമെങ്കിലും കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ ഇത്തവണ ഇവിടെ മേളിൽ ടേബിളിലിരുന്ന് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. സോ ടേബിളിലെടുത്തു നമ്മുടെ ഭക്ഷണം അത് എത്തിയിരിക്കുകയാണ്. മുറിയുണ്ടല്ലോ. നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഇതാണ് സംഭവം. വാവ്. ഇത് സുർബിയാൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതും ചിക്കൻ തന്നെയാണ് ബേസിക്കലി. ഇത് കിഴങ്ങാണല്ലോ. ഇത് കൊൽക്കട്ടയിൽ പോകുമ്പോൾ കിട്ടുന്ന പോലെ സാധനം. പിന്നെ ഇത് ഇവിടുത്തെ മന്തി. ഇത് സാധാരണ ചിക്കൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രൈഡ് ഓണിയൻ തരും. പിന്നെ ഇത് മുളകിൻ്റെ എന്തോ ഒരു ചട്നി പോലത്തെ ഒരു സാധനം. പിന്നെ നമ്മുടെ ലെബൻ. പിന്നെ ഒരു വേറൊരു ചട്നിയും കൂടെ ഉണ്ട്. പിന്നെ മുളക്. അത്ര സാധനങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പ്ലേറ്റും പരിപാടിയൊന്നുമില്ല. ശരിക്കും ഇത് കൈ കൊണ്ടെടുത്ത് അല്ലെ സ്പൂൺ കൊണ്ടെടുത്ത് നമ്മൾ ഇൻഡിവിജ്വലി കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കിനും പുള്ളി കുറച്ച് പ്ലേറ്റ്, പ്ലാസ്റ്റിക് പ്ലേറ്റ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പായസമാണോ ഇത്? എന്ത്? ജെറീഷ്. വാവ്. അതെന്താ അത്? എന്താ സാധനം? അടിപൊളി. അത് ഭയങ്കര ഹെവിയാണ് ആ സാധനം. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് ഈ പരിപാടിയാണ് എനിക്ക് എന്താ പറയുക ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നിയത്. നമ്മൾ ചോറെടുക്കുക, ഈ പ്ലാസ്റ്റിക്കിന്റെ മേളിലിടുക. ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. അടിപൊളി. അത് ഭയങ്കര വെറൈറ്റി. അപ്പോൾ അങ്ങനല്ല, താഴെ ഇരിക്കുകയാണെങ്കിൽ താഴെ അവിടെ അങ്ങനെ തന്നെയാണ് ഇത് കഴിക്കുന്ന ആൾക്കാർ. അടിപൊളിയുണ്ട്. മന്തി നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ മന്തി സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അങ്ങനെ മന്തി എല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തല്ലേ. എന്നാ ചെയ്യാ? സിബിലിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. മന്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ബിരിയാണി എന്താണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, ഉറക്കമല്ലേ നെക്സ്റ്റ് തിങ്. അപ്പോൾ അത് മാത്രമല്ല, സൗദി ഗേവ് മീ എന്താ പറയുക ആൻ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ, സംതിങ് ഡിഫറെൻറ്റ് വിച്ച് ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് അറ്റ് ഓൾ. അപ്പം സൗദി നമ്മളിനി ആദ്യം എക്സ്പ്ലോർ ചെയ്യും. സൗദി ഗംഭീരമായിട്ട് നമ്മളിനി വിൻ്ററിൽ ചൂടൊക്കെ കഴിഞ്ഞ് വന്ന് എക്സ്പ്ലോർ ചെയ്യും. സീ അഗൈൻ. നാളെ ഗംഭീര വീഡിയോ ആണ്. നമ്മൾ ഇവിടുന്ന് കാത്തൈ പസഫിക്കിൻ്റെ വിമാനത്തിൽ കയറി നമ്മൾ ഹോങ്കോങ് വഴി സിംഗപ്പൂരിലേക്ക് പോകാൻ വേണ്ടി പോകണം. ബിസിനസ് ക്ലാസ് ആണ്, കാത്തൈ പസഫിക്കിൻ്റെ ബിസിനസ് ക്ലാസ്. അത് ഒരു ഗംഭീര സംഭവമായിരിക്കും. 350 എയർബസ് 350. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. ആൻഡ് താങ്ക് യു സോ മച്ച് മിഷ ബ്രോ ആൻഡ് ഷിബിലി ബ്രോ അല്ലേ. See you next time. Bye.